ലോകത്തിലെ ഏറ്റവും സുരക്ഷയുള്ള, ലോകത്തിലെ ഏറ്റവും രഹസ്യാത്മകതയുള്ള നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ്. വിദേശ സന്ദർശനങ്ങളിൽ അസാധാരണമായ രഹസ്യാത്മകതയും കൃത്യതയും എപ്പോഴും അദ്ദേഹം പുലർത്താറുണ്ട്. നമുക്കറിയാം, പുടിൻ അങ്ങനെ ലോകരാജ്യങ്ങൾ സന്ദർശിക്കുക വിരളമാണ്. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനയിലെത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നത്. മറ്റ് പല അദ്ദേഹത്തിൻ്റെ ശത്രു രാജ്യങ്ങൾ അവരുടെ വ്യോമപാത ഒഴിവാക്കും, ശത്രു രാജ്യങ്ങളുടെ സമീപത്തോടുള്ള യാത്രകൾ പോലും ഒഴിവാക്കും. അങ്ങനെ ഏറെ ശ്രദ്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഓരോ യാത്രയും. അദ്ദേഹം സന്ദർശിക്കുന്ന രാജ്യങ്ങളിൽ ഈ യാത്രയ്ക്കുള്ള ക്രമീകരണങ്ങൾ റഷ്യ സ്വന്തമായാണ് ഒരുക്കുക. പുടിൻ്റെ വിദേശ സന്ദർശനങ്ങളിൽ ദീർഘകാലമായി കർശനമായ മുൻകരുതലുകൾ നിലനിൽക്കാറുണ്ട്. ഇതിനോടൊപ്പം നിയന്ത്രിക്കപ്പെടുന്ന ലോജിസ്റ്റിക്സ്, അദ്ദേഹത്തോടൊപ്പം നീങ്ങുന്ന ഒരു സുരക്ഷാ സംഘം, അങ്ങനെ നിരവധിയായ പ്രത്യേകതകൾ ഈ യാത്രകൾക്കുണ്ട്. റഷ്യയിലെ ഏറ്റവും രഹസ്യ സുരക്ഷാ സ്ഥാപനങ്ങളിലൊന്നായ ഫെഡറൽ പ്രൊട്ടക്റ്റീവ് സർവീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടിക്രമങ്ങൾ പാലിച്ചു വരുന്നത്. പുടിൻ്റെ വിദേശയാത്രകൾ എങ്ങനെ നടത്തപ്പെടണമെന്ന് തീരുമാനിക്കുന്നതും അതിന് നട്ടെല്ലായി പ്രവർത്തിക്കുന്നതും അവരാണ്. ഇവരുമായി ബന്ധപ്പെട്ട ആളുകളെ തിരഞ്ഞെടുക്കുന്നതിലും വലിയ നിയന്ത്രണങ്ങളുണ്ട്. അതിലേക്ക് വരാം. കടുത്ത നിയന്ത്രണത്തിൻ്റെ കീഴിലാണ് പുടിൻ്റെ ഭക്ഷണക്രമം പോലും പാലിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. ഏറെ പ്രത്യേകതകളുള്ള, ഏറെ കൗതുകം പുലർത്തുന്ന ഒന്നുകൂടി പറയണം. കാരണം ടോയ്ലറ്റിൽ പോകുന്നതിന് പോലും പുടിന് ചില പ്രോട്ടോക്കോളുകൾ ഉണ്ട് എന്നുള്ളതാണ്. ടോയ്ലറ്റിൽ പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി ആ രാജ്യം കാണുന്നുണ്ട്. കാരണം പുടിൻ്റെ മലവും മൂത്രവും പോലും ആ പോകുന്ന രാജ്യത്ത് കളഞ്ഞിട്ട് പോകാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് പൊതിഞ്ഞ് റഷ്യയിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. കാരണം ഈ മലത്തിലൂടെയും മൂത്രത്തിലൂടെയും പുടിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ശത്രു രാജ്യങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതാണ് ഇതിനുള്ള ഒരു വ്യാഖ്യാനം. അതായത് വിദേശ സന്ദർശനങ്ങളിൽ പ്രത്യേകതരം സ്യൂട്ട് കേസുകൾ, അതിനെ പൂപ്പ് സ്യൂട്ട് കേസുകൾ എന്നാണ് അറിയപ്പെടുക. അതോടൊപ്പം കൊണ്ടുപോകുന്നതിൻ്റെ കാരണം വിദേശ രാജ്യ സന്ദർശനങ്ങളിൽ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മലമൂത്ര വിസർജ്യങ്ങൾ ശേഖരിച്ച് സീൽ ചെയ്ത് അത് റഷ്യയിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ മാധ്യമപ്രവർത്തകരായ നിരവധി ആളുകൾ, ഫ്രഞ്ച് മാധ്യമപ്രവർത്തകരാണ് പ്രധാനമായും, അവരിത് കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2022 ദി ഇൻഡിപെൻഡൻറ്റും ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിദേശ രഹസ്യാന്വേഷണ ഏജൻസികൾ പുടിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മലമൂത്ര വിശകലനത്തിലൂടെ മനസ്സിലാക്കുമെന്ന ധാരണയാണ് ഇതിന് പിന്നിൽ. ഇത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് പൂപ്പ് സ്യൂട്ട് കേസുകൾ ഒപ്പം കൊണ്ടുപോകുന്നത്. പുടിൻ്റെ അംഗരക്ഷകർ അദ്ദേഹത്തിൻ്റെ വിസർജ്യങ്ങൾ ശേഖരിച്ച് സീൽ ചെയ്ത് ബാഗുകൾ പാക്ക് ചെയ്ത് ഒരു പ്രത്യേക ബ്രീഫ് കേസുകളിൽ സൂക്ഷിക്കുന്നു. അതാണ് ഈ പൂപ്പ് സ്യൂട്ട് കേസുകൾ. പിന്നീട് മോസ്കോയിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2017 ഫ്രാൻസ് സന്ദർശനത്തിലും 2019 സൗദി യാത്രയിലും അടുത്തിടെ നടത്തിയ അമേരിക്കൻ സന്ദർശനത്തിലും പിന്നീട് നടത്തിയ ചൈനീസ് സന്ദർശനത്തിലും ഇപ്പോൾ ഇന്ത്യയിലെ സന്ദർശനത്തിലും ഈ സ്വകാര്യ ബാത്റൂം അല്ലെങ്കിൽ പോർട്ടബിൾ ടോയ്ലറ്റ് പോലും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. പുടിൻ റഷ്യൻ പ്രസിഡന്റ് ആയപ്പോൾ മുതൽ ഈ രീതി പിന്തുടരുന്നുണ്ട്. മനുഷ്യവിസർജ്യം പണ്ട് മുതലേ ഒരു രഹസ്യാന്വേഷണ വസ്തുവായി കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. 1949 മാവോ സേത്തുങ്ങിൻ്റെ മലം പരിശോധിക്കാൻ ജോസഫ് സ്റ്റാലിൻ ഉത്തരവിട്ടതായി പറയപ്പെടുന്നുണ്ട്. ശീതയുദ്ധകാലത്ത് ബ്രിട്ടീഷ് ഏജന്റുമാർ സോവിയറ്റ് സൈനികർ ഉപയോഗിച്ച ടോയ്ലറ്റ് പേപ്പർ പരിശോധിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലും അതീവ ശ്രദ്ധാലുവാണ് പുടിൻ എന്ന കാര്യത്തിൽ സംശയമില്ല. പുടിനേക്കാൾ മുന്നിൽ സഞ്ചരിക്കുന്ന സുരക്ഷാ ശൃംഖലയാണ് മറ്റൊരു പ്രത്യേകത. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള നേതാക്കളിൽ ഒരാളാണ് പുടിൻ, നമുക്കറിയാം. 1996 രൂപീകരിക്കപ്പെട്ടതും KGBയിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ച പ്രോട്ടോക്കോളുകൾ ചേർത്തുവെച്ച് രൂപപ്പെടുത്തിയതുമായ ഫെഡറൽ പ്രൊട്ടക്റ്റീവ് സർവീസാണ് പുടിന് സുരക്ഷയൊരുക്കുന്നത്. സ്വകാര്യ അംഗരക്ഷകർ ഇതുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രസിഡൻഷ്യൽ സെക്യൂരിറ്റി സർവീസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇവരെ തിരഞ്ഞെടുക്കുന്ന രീതി റഷ്യയിലെ ഏറ്റവും കർശനമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലൊന്നാണ്. ഇവരുടെ തെരഞ്ഞെടുപ്പിനും കർശനമായ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നു. ഉദ്യോഗാർത്ഥികൾ 35 വയസ്സ് കവിയരുത്, കർശനമായ ശാരീരികക്ഷമത പാലിക്കണം, കുറഞ്ഞ ഉയരം 180 സെൻറ്റിമീറ്റർ ആകണം, സംയമനം പാലിക്കാനുള്ള കഴിവ്, ഉയർന്ന പോരാട്ടശേഷി, കഠിനമായ സമ്മർദ്ദം നിറഞ്ഞ സമയത്ത് പോലും ശാന്തത പാലിക്കാനുള്ള മാനസിക ശേഷി ഇവയൊക്കെ ഉണ്ടായിരിക്കണം. വിദേശ ഭാഷകളും ഇവർക്ക് വശമുണ്ടായിരിക്കണം. ഇവരുടെ വ്യക്തിപരവും കുടുംബപരവുമായ പശ്ചാത്തലങ്ങളും അന്വേഷിക്കും. രാജ്യത്തോടും പ്രസിഡന്റിനോടുമുള്ള വിശ്വസ്തത പാലിക്കുന്നുണ്ടോ എന്നറിയാനുള്ള പരിശോധനകൾക്കും ഇവർ വിധേയമാക്കപ്പെടും. പ്രസിഡന്റ് നീക്കങ്ങൾ, ദിനചര്യകൾ അല്ലെങ്കിൽ ആരോഗ്യം എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് അംഗരക്ഷകരെ എന്നേക്കുമായി വിലക്കിയിരിക്കുന്നു എന്നതും പ്രധാനമാണ്. പുടിനൊപ്പം കാണപ്പെടുന്ന ഗാർഡുകൾ മാത്രമല്ല, പബ്ലിക്കായി വിപുലമായ ഒരു അദൃശ്യ ശൃംഖലയും അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.
സ്നൈപ്പർമാർ, നിരീക്ഷകർ, ഇലക്ട്രോണിക് ഇൻ്റലിജൻസ് ടീമുകൾ, ഡ്രോൺ ഓപ്പറേറ്റർമാർ, പ്രത്യേക ആശയവിനിമയ യൂണിറ്റുകൾ എന്നിവയും പുട്ടിനു ചുറ്റും വലിയ ഒരു കവചമൊരുക്കുന്നുണ്ട്. പുടിൻ ഏതെങ്കിലും രാജ്യം സന്ദർശിക്കാൻ പദ്ധതിയിടുന്നുണ്ടെങ്കിൽ അതിന് ദിവസങ്ങൾക്ക് മുൻപേ ഇവരൊക്കെ അവിടെ എത്തി സ്ഥലം പരിശോധിക്കുകയും അപകട സാധ്യതകൾ രേഖപ്പെടുത്തുകയും മറ്റും ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. മൊബൈൽ ഫോണുകൾ ഒഴിവാക്കും, ചിലപ്പോൾ പ്രത്യേക ട്രെയിനുകളിൽ യാത്ര ചെയ്യും, കർശനമായ പ്രോട്ടോക്കോളുകൾ പാലിക്കും എന്നിവ ഈ നിയന്ത്രണങ്ങളിൽ ഉൾപ്പെടുന്നതായാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഒരുപാട് ഇത്തരം പ്രത്യേകതകൾ അത് പുടിനുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വിമാനയാത്രകളിൽ പോലും ഇത്തരം കാര്യങ്ങൾ പുടിൻ ശ്രദ്ധിക്കാറുണ്ട്. അദ്ദേഹം സന്ദർശിക്കുന്ന എല്ലാ വസതികളിലും എല്ലാ സ്ഥലങ്ങളിലും ആദ്യം മുതൽ തന്നെ ഈ ഗ്രൂപ്പുകളുടെ കാര്യമുണ്ടാകും. 100ഓളം ആളുകൾ ഈ ഗ്രൂപ്പിൽ അംഗമാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഭക്ഷണം, വെള്ളം എന്നിവ, ഒരു സഞ്ചരിക്കുന്ന ലാബ് എന്നിവ പൂർണ്ണമായും പുടിനൊപ്പം ഉണ്ടാകും. സ്വന്തം പാചകക്കാരാണ് പുടിൻ്റെ ഭക്ഷണം തയ്യാറാക്കുന്നത്. അവരാകട്ടെ തോക്കുകളും മറ്റും ഉപയോഗിക്കാൻ പരിശീലനം ലഭിച്ച സൈനിക ഉദ്യോഗസ്ഥരാണ്. ഈ ഭക്ഷണം ബോഡി ഗാർഡുകൾ രുചിച്ചു നോക്കും. ഓരോ വിഭവവും പുടിൻ്റെ പക്കലെത്തുന്നതിന് മുൻപ് സാമ്പിളുകൾ ശേഖരിക്കും. ഇവ ഈ സഞ്ചരിക്കുന്ന ലാബുകളിൽ ടെസ്റ്റ് ചെയ്യും. വിദേശയാത്രകളിൽ പൂർണ്ണമായും അടച്ചിട്ട സൗകര്യത്തിലാണ് ഈ ഭക്ഷണം തയ്യാറാക്കുക. ഹോട്ടൽ ഭക്ഷണം പുടിൻ കഴിക്കാറില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ ചേരുവകളും റഷ്യയിൽ മുൻകൂട്ടി പരിശോധിച്ച് അതിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതാണ് എന്ന കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ നമുക്ക് ഒരുപക്ഷെ ലോക രാജ്യങ്ങളിൽ ഏറ്റവും അധികം സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ആളായി പുടിൻ മാറുകയാണ്. പുടിൻ്റെ ഇഷ്ട വിഭവങ്ങളിലും പ്രത്യേകതകളുണ്ട് കേട്ടോ. ഈ വഴുതനങ്ങ കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങൾ, ഒലിവർ സാലഡ്, മൃഗങ്ങളുടെ കരൾ എന്നിവയൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ട മെനുവാണ്. സാധാരണ ചായയ്ക്ക് പകരം ഇഞ്ചി ചേർത്ത ചായ, റോസിപ്പ് ചേർത്ത ചായ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മദ്യം വളരെ അപൂർവമായാണ് പുടിൻ കഴിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. നമുക്കറിയാം 73 വയസ്സാണ് വ്ളാഡിമിർ പുടിനുള്ളത്. പക്ഷേ ഇപ്പോഴും വളരെ ചെറുപ്പക്കാരനായി തന്നെയാണ് പുടിൻ്റെ രൂപമൊക്കെ കണ്ടാൽ. പല സംശയങ്ങളും ഉയരുന്നത് ഇത് ഒറിജിനൽ പുടിൻ തന്നെയാണോ അതോ മറ്റാരെങ്കിലും ഇന്ത്യയിലേക്കടക്കം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ പറഞ്ഞു വിട്ടതാണോ എന്നൊക്കെയുള്ള സംശയം പലപ്പോഴും ഉയരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ദുരൂഹതകൾ നിറഞ്ഞ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു രാഷ്ട്ര നേതാവായി പുടിൻ മാറുന്നു. അതും ലോകത്തിലെ ഏറ്റവും ശക്തനായ ഒരു നേതാവായി വളരുന്ന പുടിന് ഏറെ ശത്രുക്കളുണ്ട്. ഒരുപാട് തരത്തിലുള്ള ആക്രമണം ഉണ്ടാകാനുള്ള പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒഴിവാക്കുക, ജീവൻ സംരക്ഷിക്കുക എന്നതിൽ ഏറ്റവും നൂതനമായ ഏതു മാർഗവും സ്വീകരിക്കാൻ പുടിനും പുടിൻ്റെ ഭരണകൂടവും തയ്യാറാകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് ഈ ചൂണ്ടിക്കാട്ടിയത്.